Good morning to all. Welcome to our business studies class. In the previous class, we discussed about what is management and what are the features of management. എന്തായിരുന്നു മാനേജ്മെന്റ്? മാനേജ്മെന്റ് മീൻസ് മാനേജിങ് men, money, material, machinery and methods. അല്ലെ, ഒരു ഓർഗനൈസേഷനിലെ ആളുകളെയും അതുപോലെ അവിടുത്തെ റിസോഴ്സുകളും അവിടുത്തെ മെഷീനറി മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ്, അവിടുത്തെ മെത്തേഡുകളൊക്കെ മാനേജ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് മാനേജ്മെന്റ്. Then we discussed about features of management. What are the features of management? ഏതൊക്കെയായിരുന്നു മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് എ goal oriented process. Second one, management is pervasive. Third one, management is continuous process. Fourth one, management is a group activity. And last one, management is an intangible force. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. In this class, we are going to discuss about what are the objectives of management and what are the importance of management. What are the objectives of management? Then എന്താണ് ഒബ്ജക്റ്റീവ്സ്? ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. The prime objective of management is to produce the best quality goods and services in the cheapest manner possible and thereby enhance the profit of the business organization. അതായത് ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ചീപ്പസ്റ്റ് റേറ്റിൽ, അതായത് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് കുറഞ്ഞ ചെലവിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3. മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് വൺ, സോഷ്യൽ ഒബ്ജക്റ്റീവ്. ആൻഡ് തേർഡ് വൺ, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സംഘടനാപരമായ ലക്ഷ്യങ്ങൾ. സെക്കൻഡ് വൺ, സോഷ്യൽ ഒബ്ജക്റ്റീവ്, സാമൂഹികമായ ലക്ഷ്യങ്ങൾ. തേർഡ് വൺ, പേഴ്സണൽ ഒബ്ജക്റ്റീവ്, മാനുഷികമായ ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൾസോ കോൾഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിന് പറയുന്ന മറ്റൊരു പേരാണ് എക്കണോമിക് ഒബ്ജക്റ്റീവ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എനി ഓർഗനൈസേഷൻ ഷുഡ് ബി ദ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ഫോർ ദ പർപ്പസ് ഓഫ് സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. ഏതൊരു ഓർഗനൈസേഷൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, അല്ലേ? ഏതൊരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതൊരു ഓർഗനൈസേഷൻ്റെയും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അതുപോലെ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്, മാനുഷിക ഘടകങ്ങളെയും അതുപോലെ മെറ്റീരിയൽസും യൂസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക ഫോർ ദ സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. സർവൈവൽ മീൻസ് നിലനിൽപ്പ്, അല്ലേ? ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിനും, അതുപോലെ പ്രോഫിറ്റ് മീൻസ് ലാഭം, ഓർഗനൈസേഷന് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും. ദെൻ ഗ്രോത്ത് മീൻസ് വളർച്ച, ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതാണ് ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ദെൻ എന്താണ് സർവൈവൽ? വാട്ട് ഈസ് സർവൈവൽ? ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് എവരി ഓർഗനൈസേഷൻ ഈസ് ടു സർവൈവ്. ഏതൊരു ഓർഗനൈസേഷൻ്റെയും ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർവൈവ്. സർവൈവ് മീൻസ് നിലനിൽപ്പ്. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി വെൻ ദ ഓർഗനൈസേഷൻ ഏൺ ദോ ഹൈ പ്രോഫിറ്റ്സ്. ഇറ്റ് ഈസ് പോസിബിൾ വെൻ ദ ഓർഗനൈസേഷൻ ഏൺ ഇനഫ് പ്രോഫിറ്റ്. എപ്പോഴാണ് ഓർഗനൈസേഷന് സർവൈവൽ ഉണ്ടാകുന്നത്, ഓർഗനൈസേഷന് നിലനിൽപ്പുണ്ടാകുന്നത്? ഓർഗനൈസേഷന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോഴാണ് ഓർഗനൈസേഷന് നിലനിൽപ്പുണ്ടാകുന്നത്, അല്ലേ? കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാത്ത സ്ഥാപനങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ? ഇല്ല. അവരൊരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, കമ്പനി സ്വാഭാവികമായും അടച്ചുപൂട്ടും. അപ്പോൾ ഓർഗനൈസേഷന് സർവൈവൽ വേണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ടത് എന്താണ്? ഇനഫ് പ്രോഫിറ്റ്, ആവശ്യത്തിലുള്ള പ്രോഫിറ്റാണ് വേണ്ടത്. സെക്കൻഡ് വൺ, പ്രോഫിറ്റ്. ഇനി വാട്ട് ഈസ് പ്രോഫിറ്റ്? Profit is
essential for survival, growth and expansion of business. ഒരു ഓർഗനൈസേഷന്റെ നിലനിൽപ്പിനും അതിന്റെ വളർച്ചയ്ക്കും then expansion means വിപുലീകരണത്തിനും profit must ആണ്. It is the reward of businessman for bearing risk. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാനിന് കിട്ടുന്ന ഒരു റിവാർഡാണ് അല്ലേ. കാരണം എന്താണ്, അയാൾ ഹൈ റിസ്ക് എടുക്കുന്നതിനാണ് അയാൾക്ക് എന്ത് കിട്ടുന്നത്, പ്രോഫിറ്റ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഓഫ് ബിസിനസ്മാൻ ഫോർ ടേക്കിംഗ് ഹൈ റിസ്ക്. അയാൾ റിസ്ക് എടുക്കുമ്പോഴല്ലേ പ്രോഫിറ്റ് ഉണ്ടാവുക. കൂടുതൽ റിസ്ക് ആകുമ്പോൾ എന്താണ്, കൂടുതൽ പ്രോഫിറ്റബിൾ ആയിരിക്കും. തേർഡ് വൺ, ഗ്രോത്ത്. ദ സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് മെഷേർഡ് ബൈ ഇറ്റ്സ് ഗ്രോത്ത് റേറ്റ്. ഒരു ഓർഗനൈസേഷന് സക്സസ്, അതിന്റെ വിജയം എങ്ങനെയാണ് മെഷർ ചെയ്യുക, ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം വളർച്ചയുണ്ടെന്ന് നോക്കിയിട്ടാണ് അതിന്റെ സക്സസ്, വിജയം മെഷർ ചെയ്യുന്നത്. ഗ്രോത്ത് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് സെയിൽസ് വോളിയം, നമ്പർ ഓഫ് ബ്രാഞ്ചസ്, നമ്പർ ഓഫ് എംപ്ലോയീസ് ആൻഡ് നമ്പർ ഓഫ് പ്രോഡക്ട്സ്. ഇനി ഗ്രോത്ത് മെഷർ ചെയ്യുന്നത് എന്തൊക്കെ കണക്കാക്കിയിട്ടാണ്, സെയിൽസ് വോളിയം, എത്രത്തോളം സെയിൽസ് ഉണ്ട്, അതുപോലെ നമ്പർ ഓഫ് ബ്രാഞ്ചസ്, ആ ഓർഗനൈസേഷൻ എത്രത്തോളം ബ്രാഞ്ചസ് ഉണ്ട്, ദെൻ നമ്പർ ഓഫ് എംപ്ലോയീസ്, എത്ര എംപ്ലോയീസ് ഉണ്ട്, അതുപോലെ എത്രത്തോളം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് പ്രോഡക്റ്റ്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓർഗനൈസേഷന്റെ ഗ്രോത്ത് കണക്കാക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സോഷ്യൽ ഒബ്ജക്റ്റീവ് മീൻസ് കമ്മിറ്റ്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ടുവാർഡ്സ് ദ സൊസൈറ്റി. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ദ മേജർ സോഷ്യൽ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ supply of quality products at a reasonable price, betterment of society by giving free education, generation of employment opportunities, using environmental friendly methods of production. The main social objective of an organization, ഒരു ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ്, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാം ഫോർ അറ്റ് റീസണബിൾ പ്രൈസ്. എന്താണ് റീസണബിൾ, ആളുകൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസിന് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ബെറ്റർമെന്റ് ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ബൈ ഗിവിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ, അതുപോലെ ജനറേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. യൂസിങ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് സൊസൈറ്റിക്ക് ദോഷകരമല്ലാത്ത രീതിയിലുള്ള മെത്തേഡ്സുകൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം, കമ്മിറ്റ്മെന്റ് ഓഫ് ദി സൊസൈറ്റി അല്ലെ. ഒരു ഓർഗനൈസേഷന് സൊസൈറ്റിക്കുള്ള കമ്മിറ്റ്മെന്റിനെ പറയുന്ന പേരാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ തേർഡ് വൺ, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആൾസോ കോൾഡ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്. The personal objectives are related to the employees of an organization. Personal objectives ആരുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ ഡൈവേഴ്സ് നീഡ്സ് ഓഫ് ദ എംപ്ലോയീസ് സച്ച് ആസ് ഫിനാൻഷ്യൽ നീഡ്സ്, സോഷ്യൽ നീഡ്സ്, പേഴ്സണൽ ഗ്രോത്ത്, പിയർ റെക്കഗ്നീഷൻ. അതായത് മാനേജ്മെന്റ് എംപ്ലോയീസിന്റെ ഡൈവേഴ്സ് നീഡുകൾ, അതായത് അവരുടെ ആവശ്യങ്ങളും കൂടെ മാനേജ്മെന്റ് പരിഗണിക്കണം. ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ നീഡ്സ്, അവർക്ക് ആവശ്യത്തിലുള്ള ഫിനാൻസ്, അതുപോലെ സോഷ്യൽ നീഡ്സ് മീൻസ് അവരുടെ സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ. ദെൻ പേഴ്സണൽ ഗ്രോത്ത്, മാനേജ്മെന്റ് എംപ്ലോയീസിന്റെ ഇത്രയും കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്യണം. അതാണ് പേഴ്സണൽ ഗ്രോത്ത്. അതായത് ഒരു എംപ്ലോയീസിന്റെ മൊത്തത്തിലുള്ള വളർച്ചയാണ് പേഴ്സണൽ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷനെ എംപ്ലോയീസിന്റെ വളർച്ചയാണ് പേഴ്സണൽ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ പ്രാധാന്യം. ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോൾ. മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോൾ. സെക്കൻഡ് വൺ, management increases efficiency. Third one, management creates a dynamic organization. Fourth one, management helps in achieving personal objectives. Fifth one,
management helps in the development of the society? First one, management helps in achieving group goal. ഒരു മാനേജ്മെന്റ് ഓർഗനൈസേഷന്റെ ഗോൾ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്, അതായത് ഗ്രൂപ്പ് ഗോൾ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്. മാനേജ്മെന്റ് ഡയറക്ട്സ് ദ എഫേർട്ട് ഓഫ് all individuals of the organization in common direction for the achievement of the organizational objectives. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ പ്രവർത്തനത്തെയും കൂട്ടിയോജിപ്പിക്കുക, അതാണ് മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ദെൻ ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഓർഗനൈസേഷന് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു ഗോള് അറ്റൈൻ ചെയ്യാൻ കഴിയും. സെക്കൻഡ് വൺ, മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി. ദ എയിം ഓഫ് മാനേജർ ഈസ് ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ത്രൂ ദി മിനിമം വേസ്റ്റേജ്. അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതാണ് ഇൻക്രീസ് എഫിഷ്യൻസി. കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് എന്താണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ വേസ്റ്റേജും റെഡ്യൂസ് ചെയ്യാം. ഓർഗനൈസേഷനിൽ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി, റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ത്രൂ മിനിമം വേസ്റ്റേജ്. വേസ്റ്റേജ് കുറച്ചിട്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ കോസ്റ്റും റെഡ്യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ദെൻ തേർഡ് വൺ, it creates a dynamic organization. In order to survive in the dynamic environment, an efficient management enables the organization to adapt to the changing environment. അതായത് മാറ്റങ്ങൾക്കനുസരിച്ച് ഓർഗനൈസേഷനെ മാറ്റിക്കൊണ്ടിരിക്കുക, അതാണ് ഡൈനാമിക് എൻവയോൺമെൻറ്റ്. സൊസൈറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുന്നത് അതിനനുസരിച്ച് ഓർഗനൈസേഷനിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ സൊസൈറ്റിയിലെ മാറ്റങ്ങളെ ഓർഗനൈസേഷൻ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് ഇമ്പോർട്ടൻസ്. ഇറ്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. മാറ്റത്തിനനുസരിച്ചുള്ള ഒരു പുതിയൊരു ഓർഗനൈസേഷനെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. മാനേജേഴ്സ് ലീഡ് ദ പീപ്പിൾ ഇൻ സച്ച് എ മാനർ ദാറ്റ് ദെയർ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആർ സാറ്റിസ്ഫൈഡ് along with the organizational objectives. Then ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷനിലുള്ള സ്റ്റാഫുകൾ അവരല്ലേ പേഴ്സണൽ, അവരുടെ ആവശ്യങ്ങൾക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതാണ് ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനോടൊപ്പം തന്നെ ആ ഓർഗനൈസേഷനിലെ വർക്കേഴ്സിൻ്റെ ആവശ്യങ്ങളും കൂടെ അംഗീകരിക്കുക. അതായത് അവർക്ക് ഫിനാൻഷ്യൽ നീഡ്സ്, ഫിനാൻസ്, സാലറി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ഷെയർ ആർക്കും കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഓർഗനൈസേഷനിലെ വർക്കേഴ്സിനും കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അതാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ്, creates more employment opportunities and adopt environment friendly technologies for the benefit of the society. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ്സിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതായത് സൊസൈറ്റിയിൽ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കുക, അതുപോലെ എക്കോ ഫ്രണ്ട്ലി മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുക. ദെൻ സൊസൈറ്റിയിലെ ആളുകൾക്ക് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ദേ ആർ: ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾ. സെക്കൻഡ് വൺ, മാനേജ്മെൻറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. നെക്സ്റ്റ് വൺ, ഇറ്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ആൻഡ് ഓർഗനൈസേഷൻ. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ഫിഫ്ത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. In this class, we discussed about objectives of management. What are the objectives of management?
Then we discussed about importance of management. What are the importance of management?